ആസ് വി ഓൾ നോ, ലാസ്റ്റ് കേസ് കഴിഞ്ഞ് നമ്മുടെ ജോണി ചേട്ടൻ അബദ്ധത്തിൽ ക്വീനിനെ തല്ലിയായിരുന്നു. ആ ക്രിമിനൽ ചൈനീസ് അമ്മച്ചിയാണെന്ന് വിചാരിച്ച് ക്വീനിനെ പിടിച്ച് അവരുടെ തലക്കെട്ട് അടിച്ച് തല്ലി കൂട്ടി ഒരു പരുവമാക്കി. ഇനിയിപ്പോൾ എന്താ ജോണിയുടെ വിധി? ജോണിക്ക് അടുത്ത കേസ് കിട്ടുമോ? അടുത്ത കേസ് കിട്ടിയാൽ തന്നെ പുള്ളിക്കാരൻ അത് എങ്ങനെ ഡീൽ ചെയ്യും? എന്തൊക്കെയാണ് ആളുടെ പുതിയ മണ്ടത്തരങ്ങൾ എന്നൊക്കെ കാണിച്ചു തരുന്ന സിനിമയാണ് ജോണി ഇംഗ്ലീഷ് സ്ട്രൈക്സ് അഗെയിൻ. ലണ്ടൻ MI7 ഹെഡ്ക്വാർട്ടേഴ്സ്. അവിടെ അതീവ ശ്രദ്ധയോടെ വളരെയധികം ശ്രദ്ധിച്ച് ഓരോ പോയിന്റും ഓരോ കോയിനും കളക്ട് ചെയ്ത് ഡീമന് പിടികൊടുക്കാതെ മുന്നിലുള്ള ഓരോ തടസ്സങ്ങളും മറികടന്ന് ചാടി ഓടി അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന തന്റെ ക്യാരക്ടറിനെ പ്രോപ്പറായിട്ട് ലീഡ് ചെയ്യുന്ന ടെമ്പിൾ റൺ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു MI7 ഏജന്റിനെയാണ് ആദ്യം നമുക്ക് കാണിച്ചു തരുന്നത്. ഇടയ്ക്ക് പുള്ളിയുടെ ശ്രദ്ധ ചെറുതായിട്ടൊന്ന് സിസ്റ്റത്തിലേക്ക് പോയി. എന്തോ ചെയ്യാനൊന്നും നോക്കിക്കോണേ, ഡീമൻ പിടിച്ചു. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ കളിച്ചു വന്നതല്ലേ, എങ്ങനെ സഹിക്കും? ഇതിനിടെ സിസ്റ്റത്തിലോട്ട് നോക്കാനുള്ള കാരണം ഇവിടെ ഒരു ചെറിയ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നേ. അതീവ സെക്യൂരിറ്റിയുള്ള ഈ സിസ്റ്റം ഒക്കെ ആരോ ഹാക്ക് ചെയ്തിരിക്കുന്നു. നിലവിലുള്ള MI7 ഏജൻസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ആരോ ഹാക്ക് ചെയ്തെടുത്തിരിക്കുന്നു. ഗൗരവമേറിയ വിഷയമാണ്. രാത്രി തന്നെ പ്രൈം മിനിസ്റ്ററിനെ ഇക്കാര്യം അറിയിക്കുന്നുണ്ട്. എന്തുവാടേ നിനക്കൊക്കെ? 2 കുപ്പി വൈനും അടിച്ച് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഞാനാ പാതിരാത്രി വന്ന് ഹാക്ക് ചെയ്തു, ചോർത്തി മലർത്തി എന്നൊക്കെ. ഇതൊക്കെ നിനക്ക് നാളെ വന്ന് പറഞ്ഞാൽ പോരെ? അല്ല, അങ്ങനെയല്ല പ്രൈം മിനിസ്റ്റർ, ഇത് ആരുടെയോ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ നമ്പർ ചോർത്തി എന്നല്ല പറഞ്ഞത്. നമ്മുടെ MI7ന്റെ മുഴുവൻ ഡീറ്റെയിൽസും നിലവിലുള്ള എല്ലാ ഏജൻസിന്റെയും ഡീറ്റെയിൽസ് ആരോ ചോർത്തി. ഗൗരവം മനസ്സിലാക്കി പ്രൈം മിനിസ്റ്റർ ഓഫീസിലെത്തി. ഇതാരെ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നേ? ഇത് ചെയ്യുന്നവനെ ട്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് ഈ സമയത്ത് ഇങ്ങനെ നടന്നാൽ എങ്ങനെ ശരിയാവും? G12 സമ്മിറ്റിന് ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ഈ സമയത്ത് ബ്രിട്ടന്റെ സെക്യൂരിറ്റി മുഴുവൻ ഇങ്ങനെ പൊളിഞ്ഞു നിറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ ഏജൻസിനെ ആരെങ്കിലും ഇട്ടത് ഏതാ സംഭവിച്ച് ആരാ ഹാക്ക് ചെയ്തെന്ന് കണ്ടുപിടിക്കണം. അല്ല പ്രൈം മിനിസ്റ്റർ, നമ്മുടെ ഏജൻസിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ ചോർത്തി കഴിഞ്ഞു. ഇപ്പൊ സർവീസിലുള്ള ഒരു ഏജന്റിനെ മിഷൻ ഏൽപ്പിക്കുന്നതിൽ കാര്യമില്ല. എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഹാക്ക് ചെയ്തവർക്ക് കിട്ടിയിട്ടുണ്ട്. ആഹാ, നന്നായിരിക്കുന്നു. എന്നാൽ പറ്റി ഒരു കാര്യം ചെയ്യും, ഇപ്പൊ സർവീസിലില്ലാത്ത പഴയ ഏതെങ്കിലും ഏജന്റിനെ കണ്ടുപിടിച്ചോണ്ട് വാ എന്ന് പ്രൈം മിനിസ്റ്റർ. ഓഫ് കോഴ്സ്, വരാൻ പോകുന്നത് നമ്മുടെ ജോണി ഇംഗ്ലീഷ് ആണ്. ആൻഡ് സെയിം ടൈം ജോണി ഇവിടെ വേറെ ഏതോ മിഷനിലാണ്. പാതിരാത്രി ആരെയോ പിടിക്കാൻ പോവാണ്. ഇരുട്ടത്ത് വുഡ്സിനിടയിലൂടെ അങ്ങനെ ഓടിച്ചെന്ന്, ഓക്കെ ഞാൻ ടാർഗറ്റ് കണ്ടു, എവരിവൺ ഗെറ്റ് റെഡി, എന്റെ കമാൻഡ് കിട്ടിയാൽ ഉടനെ ആക്ട് ചെയ്യണം. ജോണിയുടെ കൂടെയുള്ളവരും അലേർട്ടായി. എല്ലാവരും ഇവര് പിടിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പുറകെ ചെല്ലുമ്പോൾ അയാൾ ഓടി ഒരു കുഴിയിലങ്ങ് വീഴും. വെൽ അവസാനം നീ വീണല്ലേ? അന്നേരം ദേ ആ ക്രിമിനൽ മാസ്ക് ഊരിയിട്ട്, സോറി സാർ, ഞാൻ ഈ കുഴി കണ്ടില്ലായിരുന്നു. അത് മൈൻഡാക്കേണ്ട ബാഗ്ലി, നീ കഴിഞ്ഞ തവണത്തെക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തു. ഇത് സംഭവം എന്താന്ന് വെച്ചാൽ ജോണി ക്രിമിനൽസിനെ പിടിക്കാനൊന്നും പോയതല്ല. പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുവാണ്. അവിടെയുള്ള കുട്ടികളെ ജോണി ഇങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യാറുണ്ട്. സീക്രട്ട് സർവീസിൽ നിന്ന് പഠിച്ച അടവുകളൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും. അതാണിപ്പോൾ ഇവിടെ കണ്ടതേ. പാതിരാത്രി പിള്ളേരെ എല്ലാം വിളിച്ചിറക്കി അവർക്ക് ട്രെയിനിങ് കൊടുക്കുവാണ്. കുട്ടികൾക്കൊക്കെ ജോണിയെ വലിയ കാര്യമാണ്. മറ്റധ്യാപകരൊന്നും പഠിപ്പിക്കാത്ത പല ട്രിക്സും ടിപ്സും ഒക്കെ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കും. എല്ലാവർക്കും ജോണി ഒരു പ്രത്യേക റെസ്പെക്റ്റ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും ആളുടെ മണ്ടത്തരങ്ങൾ ആളെ വിട്ടുപോയിട്ടില്ല. ഇവിടെ ഇപ്പോൾ പിള്ളേരോട് ഇങ്ങനെ കുഴികൾ പലയിടത്തും ഉണ്ടാവും, അതിൽ വീഴരുത് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ തന്നെ ആ കുഴി വീഴുന്നുണ്ട്. അടുത്ത ദിവസം ഇംഗ്ലീഷിനെ തേടി പ്രിൻസിപ്പൽ ക്ലാസ്സിൽ വന്നു. നോക്കിയപ്പോൾ കുട്ടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ജോണി സാറിനെ കണ്ടില്ലെന്ന് പിള്ളേർ പറഞ്ഞു. പ്രിൻസിപ്പൾ തിരിച്ചു പോയി കഴിഞ്ഞ് ദേ ജോണി ഇറങ്ങി വരുന്നു. എല്ലാവർക്കും മനസ്സിലായോ? ഇതാണ് ക്യാമോഫ്ലോജ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ ട്രിക്സ് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും മാനേജ്മെന്റിന് ഇഷ്ടമല്ലെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. റോപ്പിൽ തൂങ്ങി പിടിച്ച് പോകുന്നത് മാത്രമല്ല, ബോംബ് ഡിസാം ചെയ്യാൻ വരെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം കുട്ടികളുടെ നോട്ട്ബുക്കൊക്കെ കളക്ട് ചെയ്യുന്നതിനിടെ നമ്മുടെ ജോണി ഇംഗ്ലീഷിന് ഒരു ലെറ്റർ കിട്ടി. MI7 നിന്ന് പഴയ ഏജന്റ് ആയിട്ടുള്ള ഇദ്ദേഹത്തെ അത്യാവശ്യമായി തിരിച്ചു വിളിച്ചിരിക്കുന്നു. ജോണിക്ക് ഭയങ്കര സന്തോഷമായി. പുതിയ കേസൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറായി ആള് തിരികെ ചെന്നപ്പോൾ ജോണിയെ മാത്രമല്ല പഴയ 2-3 ഏജൻസിനെ കൂടെ അവർ ഇൻഫോം ചെയ്തിരുന്നു. മൊത്തത്തിൽ നമ്മുടെ ജോണി ഉൾപ്പെടെ 4 ഏജൻസിനെ വിളിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്യാൻ കൊടുത്തു. കൂട്ടത്തിൽ ഒരു ഏജന്റിന്റെ കയ്യിൽ ഒരു സ്പെഷ്യൽ പെന്നുണ്ട്. ഈ പെന്നിന്റെ പ്രത്യേകത, ക്യാപ്പ് റിമൂവ് ചെയ്ത് 20 സെക്കൻഡ് കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കും. ഒരു സ്റ്റൺ ഗ്രനേഡ് ആയിട്ട് ആക്ട് ചെയ്യും. അദ്ദേഹം ക്യാപ്പ് പോയി ഡോക്യുമെന്റിൽ സൈൻ ചെയ്തിട്ട് 20 സെക്കൻഡ് ആവുന്നതിന് മുമ്പ് അടച്ചു. ദെൻ ഡോക്യുമെന്റിൽ സൈൻ ചെയ്യാൻ നമ്മുടെ ജോണിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ ക്യാപ്പ് വലിച്ചു വരുന്ന കൂട്ടത്തിൽ ക്യാപ്പ് തെറിച്ച് അവിടെ ടേബിളിൽ വെച്ചിരുന്ന ചായക്കകത്ത് പോയി വീണു. ബാക്കിയുള്ളവർ ഇതൊട്ട് ശ്രദ്ധിച്ചില്ല. ജോണിയാണെങ്കിൽ ഏത് കപ്പിലാണ് ഇത് വീണതെന്ന് കണ്ടുപിടിക്കാൻ തന്നെ 10 സെക്കൻഡ് എടുക്കുന്നുണ്ട്. അതും കണ്ടുപിടിച്ച് നേരെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ക്യാപ്പ് എടുക്കാൻ നോക്കുമ്പോൾ ചായ നല്ല ചൂടായിരുന്നു. 1-2 തവണ കൈ മുക്കി ക്യാപ്പ് എടുത്തു. ചൂട് കാരണം കൈ കുടഞ്ഞപ്പോൾ ക്യാപ്പ് തെറിച്ച് റൂമിനകത്തേക്ക് പോയി. ഉള്ളിൽ പോയി അത് എടുക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ആളെന്ത് ചെയ്തു, ഡോർ അങ്ങ് അടച്ചു. അടിപൊളിയായിരിക്കുന്നു. ആകെയും പോകെയും വന്ന 4 ഏജൻസിൽ 3 പേര് ദേ കിടക്കുന്നു. ഇനിയിപ്പോൾ ജോണി മാത്രമേ ഉള്ളൂ. സോ ഇവനെ തന്നെ കേസ് ഏൽപ്പിക്കുവാണ്. ആദ്യം തന്നെ ഇവൻ അസിസ്റ്റന്റിനെ ആവശ്യപ്പെടുന്നുണ്ട്. ഇവൻ എന്ത് മണ്ടത്തരം പറഞ്ഞാലും അക്ഷരം പ്രതി അനുസരിക്കുന്ന ഇവന് പ്രിയപ്പെട്ട ഇവന്റെ ബോ. വർഷങ്ങൾക്ക് ശേഷം കാണുമല്ലേ, ബോ ഭയങ്കര സന്തോഷത്തിൽ ഓടി വന്ന് ജോണിയെ കെട്ടിപ്പിടിച്ചു. ബോ വിടറാ, നമ്മളൊരു മിഷന് പോവാണ്, അല്ലാതെ ഹണിമൂണൊന്നുമല്ല. ഫസ്റ്റ് മീറ്റിൽ തന്നെ ഇവന്മാർ 2 പേർക്കും എവിടേക്കോ ഒരു നട്ട് ലൂസ് ആണെന്ന് പെഗാസസിന് മനസ്സിലാവുന്നുണ്ട്. ദെൻ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഗാഡ്ജറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ആദ്യം ഒരു സ്മാർട്ട് ഫോൺ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ജോണി അത് വേണ്ടെന്ന് പറഞ്ഞു. സ്മാർട്ട് ഫോൺ ഒക്കെ റിസ്ക് ആണ്, ഇവരെ ട്രാക്ക് ചെയ്യാൻ എളുപ്പമാവും, അതുകൊണ്ട് സ്മാർട്ട് ഫോൺ ഒന്നും വേണ്ട, ഫുൾ അനലോഗിൽ പോയാൽ മതി. തൽക്കാലം വെപ്പൺസ് കൊടുക്കാൻ ഒരു ഗണ്ണ് കൊടുക്കാൻ പറയുന്നുണ്ട്. സാർ ഇതാ നിങ്ങളുടെ ഗൺ. പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എക്യുപ്മെന്റ് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ശരീരത്തിന് മുറിവ് പറ്റാനും വലിയ ഇഞ്ചുറി ഉണ്ടാവാനും ഒക്കെ ഇത് കാരണമായേക്കും. ജോണി അവനെ ഒരു നോട്ടം നോക്കും. എന്നെക്കാളും വലിയ മണ്ടനോ? പിന്നെ തോക്ക് എന്തിനാടാ, തോക്കിട്ടുകൊണ്ട് നടക്കാനാണോ? ദെൻ ഇവർക്ക് യൂസ് ചെയ്യാൻ കാർ. അവിടെയുള്ള ഏത് ഹൈബ്രിഡ് വണ്ടി വേണേലും എടുക്കാമെന്ന് പറഞ്ഞപ്പോഴും
നമ്മുടെ ജോണി പഴയ ഒരു ആസ്റ്ററാണ് എടുക്കുന്നത്. ഇതിലാള് പുപ്പുലിയാണെന്ന് അറിയാലോ, ഡ്രൈവിംഗ് ഒക്കെ ഒരു രക്ഷയില്ല. പിന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പെട്രോൾ വണ്ടിയാണ്, ഓയിൽ ലീക്ക് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കമ്പ്യൂട്ടറോ അഡ്വാൻസ്ഡ് സിസ്റ്റംസോ അങ്ങനെ ഒന്നുമില്ല. ഒരു തരത്തിൽ ഗുണമാണെന്ന് പറയാം, ആർക്കും ഇവരെ ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. കൂടാതെ ഇവർക്ക് യൂസ് ചെയ്യാനായിട്ട് ഈ എക്സോസ്കെൽട്ടൺ ഉൾപ്പെടെയുള്ള കുറേ അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പിൽസ് കണ്ടില്ലേ, ഇതൊരു ഇൻസ്റ്റന്റ് സൂപ്പർ ഹൈ എനർജി പിൽസ് ആണ്. എത്ര ഡൗൺ ആയിരിക്കുന്ന അവസ്ഥയിലും എത്ര ലോ ആയിരിക്കുന്ന അവസ്ഥയിലും ഇതിൽ ഒരെണ്ണം എടുത്താൽ മതി, എനർജി ബൂസ്റ്റ് ആവും, ബ്രെയിൻ ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആവും, അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഈ ഗ്രീൻ പിൽസിന്റെ കൂടെ തന്നെ റെഡ് പിൽസും ഉണ്ട്. റെഡ് പിൽസ് ആണെങ്കിൽ ഇൻസ്റ്റന്റ്ലി ഒരാളെ ഉറക്കിക്കളയും. പിന്നെ ആസ് യൂഷ്വൽ ഗംസ്, ഇതെടുത്ത് കഴിച്ചാൽ ഇൻസ്റ്റന്റ്ലി തല പൊട്ടിച്ചിതറും. ഇതെല്ലാമായി ഇവർ ഫ്രാൻസിലേക്കാണ് പോകുന്നത്. അവിടെ ആൻഡീവ്സിലെ ഒരു ഹോട്ടൽ നെറ്റ്വർക്കിൽ നിന്നാണ്, ഹോട്ടലിലെ വൈഫൈ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടാണ് ആരോ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഹാക്ക് ചെയ്തെടുത്തത്. ഹോട്ടലിലെത്തി വൈഫൈ ആക്സസ് ചെയ്ത മുഴുവൻ പേരുടെയും ലിസ്റ്റ് എടുക്കുന്നുണ്ട്. അതിലൊരാൾ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചു, സെബാസ്റ്റ്യൻ ലിഞ്ച്. പുള്ളിക്കാരൻ ഒരു എക്സ് ആർമിയാണ്, മിലിറ്ററി ഇന്റലിജൻസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് 8 മണിക്ക് ആൾക്ക് ഇവിടെ റിസർവേഷനും ഉണ്ട്. സോ ആളെ കണ്ടുപിടിക്കാൻ അത്ര ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല. സമയമായി. സെബാസ്റ്റ്യൻ വന്നു. പ്ലാൻ എന്താന്ന് വെച്ചാൽ അവന്റെ ഫോൺ അടിച്ചു മാറ്റണം. ഇവിടെ ഹോട്ടൽ അറ്റൻഡേഴ്സിന്റെ വേഷം ധരിച്ച് അവന്റെ ഫോൺ അടിച്ചു മാറ്റി അങ്ങനെ അവന്റെ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ബോസ് സെബാസ്റ്റ്യനെ ഡിസ്ട്രാക്ട് ചെയ്യും. ആ സമയം ജോണി ഫോൺ അടിച്ചു മാറ്റും. എല്ലാം ഓക്കെ ആയിരുന്നു, ഉദ്ദേശിച്ച പോലെയൊക്കെ നടന്നു. എന്നാൽ ജോണിയുടെ കയ്യിൽ ഫോൺ കിട്ടിയതും ഉടനെ അത് റിങ് ചെയ്തു. അതെ സാർ, നിങ്ങളുടെ ഫോൺ തന്നെ, വിളിച്ചോളൂ. പണിപാളിയല്ലോ, ഒരു ശ്രമം വെറുതെയായി. ഇന്നേരം അവിടെ വർക്ക് ചെയ്യുന്ന മറ്റൊരാൾ വന്ന് ജോണിയോട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. ഇവൻ ഇതൊന്നും പരിചയമില്ലല്ലോ, ഫുഡ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പോലും അറിയില്ല. എന്നാൽ തൊട്ടപ്പുറത്ത് മറ്റൊരാൾ ഇതുപോലെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് നോക്കി ജോണിയും എന്താണ്ടൊക്കെ ചെയ്ത് ഒപ്പിക്കുന്നുണ്ട്. ഇതിനിടെ ഫുഡ് ഐറ്റംസ് ഒക്കെ തട്ടി താഴെ വീഴുന്നുണ്ട്. അതിൽ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ ഡ്രിങ്ക്സ് എടുത്തൊഴിച്ച് കുറച്ച് തീ കെടുത്തിയിട്ട് തീ കെട്ട ഭാഗങ്ങളെല്ലാം ഒരു പാത്രത്തിലോട്ട് കോരിയിട്ട് കസ്റ്റമർക്ക് കൊടുക്കുകയാണ്. തറയിൽ വീണ ഫുഡ് ഐറ്റം കോരി എടുത്ത് കസ്റ്റമർക്ക് കൊടുത്തു. ഈ ഗ്യാപ്പിൽ അതിവിദഗ്ധമായിട്ട് ബോ നമ്മുടെ സെബാസ്റ്റ്യന്റെ ഫോൺ അടിച്ചു മാറ്റി. ഇവർ ഉദ്ദേശിച്ച കാര്യം നടന്നല്ലോ, ഇനി ഇവിടെ നിൽക്കണ്ട, പോയേക്കാമെന്ന് പറഞ്ഞ ജോണി തിരികെ പോകുമ്പോൾ ആ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കിയ ടേബിളിൽ ജസ്റ്റ് ഒന്ന് ഇടിക്കുന്നുണ്ട്. അതിലുണ്ടായിരുന്ന എണ്ണ മറിഞ്ഞ് തറയിലൂടെ ഒലിച്ചു വരുന്നു. നേരത്തെ തട്ടിയിട്ട ഫുഡ് ഐറ്റംസിൽ തീ പിടിച്ച പറഞ്ഞാൽ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. എണ്ണ അങ്ങോട്ട് ഒലിച്ചു ചെല്ലുമ്പോൾ അവിടെ മുഴുവൻ തീ വിടരത്തില്ലേ. അങ്ങനെ ഒരുത്തന്നെ ഫോൺ അടിച്ചു മാറ്റാൻ പോയി ആ ഹോട്ടലിന് മുഴുവൻ ഇവന്മാരെ തീയിട്ടെന്ന് പറയാമല്ലോ. ആകെ മൊത്തം വിഷയമായി. ഏതായാലും സെബാസ്റ്റ്യന്റെ ഫോണൊക്കെ ചെക്ക് ചെയ്ത് വരുമ്പോൾ അതിൽ ഫോട്ടോസിൽ നിന്ന് ഈ ഹോട്ടലിനടുത്തായിട്ട് അന്ന് ഇവർ വൈഫൈ യൂസ് ചെയ്ത് ഇവരുടെ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു യാച്ച് നിർത്തിയിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. .com എന്നാണ് അതിന്റെ പേര്. അതിനർത്ഥം ആ യാച്ചിലുള്ള ആരെങ്കിലും ആയിരിക്കാം വൈഫൈ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് ഹാക്ക് ചെയ്തത്. തുടർന്ന് അത് ആരുടെ യാച്ചാണെന്ന് അന്വേഷിച്ച് അങ്ങനെയും മുന്നോട്ട് പോവാണ്. ഇതേസമയം ലണ്ടനിലെ പ്രൈം മിനിസ്റ്റർ ഒരു ബില്യണിയറിന്റെ പ്രസന്റേഷൻ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പേര് ജേസൺ വോൾട്ട. പുള്ളിക്കാരൻ ഡേറ്റാസിനെ പറ്റി അൽഗോരിതംസിനെ പറ്റിയൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ട് പ്രൈം മിനിസ്റ്റർക്ക് ഒത്തിരി അങ്ങ് താല്പര്യമായി. ഇതുവരെ അവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇംപ്രസ്ഡ് ആയ പ്രൈം മിനിസ്റ്റർ അവനെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാൻ പറയുവാണ്. ഇവന്റെ കൂടെ ചേർന്ന് പ്രവർത്തിച്ചാൽ രാജ്യത്തിന് ഒരുപാട് നല്ലതാണെന്ന്. പിന്നെ പ്രൈം മിനിസ്റ്റർക്കും താല്പര്യമുണ്ട് ഇങ്ങനെ ഒരു ബില്യണിയറിന്റെ കൂടെ സൗഹൃദം ഉണ്ടാക്കുന്നതൊക്കെ. ഏതാണ്ട് ഇതേ സമയം തന്നെ അടുത്ത സൈബർ അറ്റാക്ക് ഉണ്ടാവുന്നുണ്ട്. ഇത്തവണ MI7 പോലെ സീക്രട്ട് സർവീസ് ഡേറ്റാസ് ഒന്നും ഹാക്ക് ചെയ്തതല്ല, പകരം ഫ്ലൈറ്റ് റൂട്ട്സ് ഒക്കെ മനഃപൂർവ്വം ആരോ റീറൂട്ട് ചെയ്തു. യൂറോപ്പിൽ നിന്ന് ലൂട്ടണിലേക്ക് പോകുന്ന ഫ്ലൈറ്റ്സ് എല്ലാം കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ആകെ മൊത്തത്തിൽ വിഷയം. ഇതിങ്ങനെ തന്നെ തുടർന്നാൽ ഇനിയും ആക്രമണം ഉണ്ടായേക്കാം. സെക്യൂരിറ്റി ബ്രീച്ചസ് ഒരുപാട് നടക്കുന്നുണ്ട്. 1 2 ഇനിയും ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ രാജ്യം വലിയ പ്രതിസന്ധിയിലാവും, ജനജീവിതം ബുദ്ധിമുട്ടിലാവും. G2 സബ്മിറ്റിന് വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ബാക്കിയുള്ളൂ. അതിനു മുമ്പ് ഇത് ഹാക്ക് ചെയ്യുന്നവനെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ജോണിയൊക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. .com എന്ന യാച്ചിന്റെ ലൊക്കേഷന് വേണ്ടി MI7 കോൺടാക്ട് ചെയ്ത് അവരുടെ സഹായത്തോടെ ലൊക്കേഷൻ മനസ്സിലാക്കി അങ്ങോട്ട് പോകാനായിട്ട് ഇവരുടെ പക്കലുള്ള എയർബോട്ട് കാറിനകത്ത് വെച്ച് തന്നെ ഓപ്പൺ ചെയ്തു. അടിപൊളി. രണ്ടുപേരും ഇങ്ങനെ ഒട്ടിയിരിക്കുന്നു. ഒരു വിധത്തിൽ ജോണി എങ്ങനെയോ കയ്യും കാലും ഒക്കെ അനക്കി ഡോറ് തുറന്ന് രണ്ടാളും പുറത്തിറങ്ങി .com യാച്ചിലേക്ക് പോകുന്നു. മാഗ്നറ്റിക് ബൂട്ട്സ് യൂസ് ചെയ്ത് യാച്ചിൽ കയറി മുട്ടിലഴിഞ്ഞ് മുന്നോട്ട് പോകാനായിരുന്നു ശ്രമം. പക്ഷെ തേഞ്ഞ് കിട്ടി, പിടിക്കപ്പെട്ടു. ദേ ഈ പുള്ളിക്കാരെ കണ്ടില്ലേ, ഈ യാച്ചിന്റെ ഓണറുടെ വേണ്ടപ്പെട്ട ആരോ ആണ്, സുഹൃത്തു വല്ലതും ആയിരിക്കാം. ജോണിയെയും ബോയിനെയും പിടിച്ച് പൂട്ടിയിട്ടു. ജോണി അവിടെ ഒരു ബഡ്ഡി യൂസ് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. അതും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനം. കാണാൻ ഇത്തിരിയേ ഉള്ളെങ്കിലും ഇത് പ്രൊഡ്യൂസ് ചെയ്ത എനർജി ഭയങ്കരമായിരുന്നു. ആ വാതിൽ തെറിപ്പിച്ച് കളഞ്ഞു. രണ്ടുപേരും പുറത്തിറങ്ങി അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ബോട്ടിലെ സെർവർ റൂം ഒക്കെ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ ഇത് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് ഒരു ലൊക്കേഷൻ ട്രാൻസ്മിറ്റർ ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവരെ പിടിക്കാൻ ചെന്നവരെ കുന്നിക്കുരുവൊക്കെ എറിഞ്ഞു വീഴ്ത്തിയിട്ട് രണ്ടുപേരും അവിടെ ഓടി രക്ഷപ്പെടുവാണ്. ജോണി താഴേക്ക് ചാടുന്നതിന് മുമ്പേ മറ്റേ പുള്ളിക്കാർ വന്ന് ഇവന് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്തു. നിനക്കെന്നെ കൊല്ലണമെന്നുണ്ടായിരുന്നെങ്കിൽ നീ ആദ്യമേ എന്നെ കൊന്നേനെ, നീ എന്നെ ഷൂട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് കോൺഫിഡന്റ് ആയിട്ട് പുള്ളിക്കാരൻ്റെ ഒറ്റച്ചാട്ടം. പാവം വെള്ളത്തിലേക്കാണെന്ന് വിചാരിച്ച് ചാടിയതാ, പക്ഷേ കുറച്ചുകൂടെ അപ്പുറത്തുനിന്ന് ചാടണമായിരുന്നു. ഇതിപ്പോൾ പുറവും നടുവുമൊക്കെ ഒരു പരുവമായിട്ടുണ്ട്. എന്നിട്ടും ആ വേദനയെ വെച്ച് പതിയെ എണീറ്റ് പോയി വീണ്ടും എടുത്ത് വെള്ളത്തിലേക്ക് ചാടി. അങ്ങനെ നമ്മുടെ ആള് രക്ഷപ്പെട്ടു. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ യാച്ച ഇവരുടെ നിരീക്ഷണ വലയത്തിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ ഇവന്മാര് സമ്മതിക്കത്തില്ല. പിറ്റേ ദിവസവും ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട്. ഇന്നേരമാണ് നമ്മുടെ പുള്ളിക്കാരന്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ള കാര്യം പറയുന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞു, ഈ ജോലിക്കൊക്കെ കല്യാണം സെറ്റാവോ? നമ്മളെടുക്കുന്ന ടെൻഷൻ, ഡേഞ്ചർ, ഇതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളല്ലേ? സാർ, എൻ്റെ വൈഫ് ലിഡിയ എന്നെക്കാൾ കൂടുതൽ റിസ്ക് എടുക്കുന്നുണ്ട്. അവൾ നേവിയിലോ എന്താ കുക്കായിട്ടാ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗേറ്റ് ഓഫ് സെക്രട്ടറി? അല്ല സാർ, പുള്ളിക്കാരി ന്യൂക്ലിയർ സബ്മറീൻ്റെ ക്യാപ്റ്റനാണ്.
കേട്ടതും ജോണിയുടെ അടപ്പ് തെറിച്ചുപോയി. വാവ്, സൂപ്പർ ബോ. കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ആ യാച്ചിൽ വെച്ച് കണ്ട ആ പുള്ളിക്കാരി ഉണ്ടല്ലോ, അവള് കരയിൽ വന്ന് കാറിൽ കയറി പോകുന്നത് ഇവർ കണ്ടു. രണ്ടാളും അവളെ വിടാതെ പിന്തുടർന്നു പോകുന്നു ഇവരുടെ ആസ്റ്റണിൽ. പോകെ ഇവരുടെ വഴിക്ക് തടസ്സമായിട്ട് കുറെ സൈക്കിൾസ് വന്നു. ജോണി കൂടുതലൊന്നും ചിന്തിക്കാൻ പോയില്ല. ടിയർ ഗ്യാസ് മിസൈൽ അവിടെ ഇട്ട് പൊട്ടിച്ച് അവന്മാരെ മുഴുവൻ വഴിയിൽ നിന്ന് മാറ്റി അങ്ങനെ മുന്നോട്ട് പോയി. ആളുടെ ഡ്രൈവിംഗ് സ്കിൽ അറിയാലോ, ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് ചെന്നപ്പോൾ കാറിലെ പെട്രോൾ തീർന്നു പോയി. പെഗാസസ് ആദ്യമേ പറഞ്ഞാണ് ഹൈബ്രിഡ് കാർ ഉണ്ട്, അത് കൊണ്ടുപോകാൻ. കേട്ടില്ല. പഴയത് മതി എന്ന് പറഞ്ഞു നിന്നിട്ട് ഇപ്പം ഈ അവസ്ഥയായി. അന്നേരം ആ പുള്ളിക്കാർ ഇവരുടെ അടുത്ത് വന്ന്, നിങ്ങൾ നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ, എന്താ പേര്? ജോണി കാര്യമായിട്ടൊന്ന് ആലോചിച്ചിട്ട്, ഗൊലൈറ്റ്ലി, ബേസിൽ ഗൊലൈറ്റ്ലി. അല്ല മിസ്, നിങ്ങളുടെ പേരെന്താണ്? ബുള്ളറ്റോവ, ഒഫീലിയ ബുള്ളറ്റോവ എന്ന അവള്. നൈസ്. പിന്നെ ഇദ്ദേഹത്തിന്റെ പേര് എന്നും പറഞ്ഞ് നമ്മുടെ ബോയെ നോക്കുമ്പോൾ പുള്ളിക്കാരൻ കോലിൻ എന്ന് പറയും. ജോണി ഒരുമാതിരി അങ്ങ് സോൺ ഔട്ട് ആയിപ്പോയി. ഹേയ്, നമ്മൾ ഫേക്ക് നെയിം അല്ലേ ഇവിടെ യൂസ് ചെയ്യണ്ടേ? അതെ സാർ, കോലിൻ എന്നുള്ളത് എന്റെ ഫേക്ക് നെയിമാണ്, റിയൽ നെയിം പറഞ്ഞിട്ടില്ല. ഓ ശരിയാണല്ലോ, ഇവന്റെ റിയൽ നെയിം എന്തുവായിരുന്നു പുല്ല്? വാട്ട് എവർ, ഇത് മിസ്റ്റർ കോലിൻ. പിന്നെ ഞാനൊരു 2 സെക്കൻഡ് മുമ്പ് പറഞ്ഞ പേരെന്തുവായിരുന്നു? ഡാസിൽ, അല്ലല്ല ബേസിൽ. ഓക്കെ, ഇവന്മാര് മൊത്തത്തിൽ ഉടായ്പാണെന്ന് ഒഫീലിക്കും മനസ്സിലാവുന്നുണ്ട്. വെൽ ബേസിൽ, ഇങ്ങനെ ചേസ് ചെയ്ത് നടക്കാതെ നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് സംസാരിച്ചൂടെ? കട്ട് ചെയ്താൽ അങ്ങ് ലണ്ടനിൽ വീണ്ടും സൈബർ അറ്റാക്ക് നടന്നു. ഇത്തവണ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം മുഴുവൻ ഹാക്ക് ചെയ്തിരിക്കുകയാണ്. ഫുള്ള് റെഡ് ലൈറ്റ് ആക്കി റോഡ് മുഴുവൻ ബ്ലോക്ക്. ഇന്നേരമാണ് പ്രൈം മിനിസ്റ്ററിന്റെ ആവശ്യപ്രകാരം ജേസൺ വോൾട്ട അവരെ കാണാൻ വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ജേസൺ സമയം കൊണ്ട് പുള്ളിക്കാരന്റെ ഡിവൈസ് യൂസ് ചെയ്ത് തന്നെ ഇവരുടെ ട്രാഫിക് സിസ്റ്റത്തിന്റെ കൺട്രോൾ ഏറ്റെടുത്ത് ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. ഇൻസ്റ്റന്റ്ലി പാസ്വേഡ് പോലും ഇല്ലാതെ പുള്ളിക്കാരൻ ആ പ്രശ്നം സോൾവ് ചെയ്തേ. അത്രത്തോളം എഫിഷ്യന്റും പവർഫുള്ളും ആയിട്ടുള്ള സിസ്റ്റമാണ് ഇവൻ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് രാജ്യം ഇങ്ങനെ സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഇവന്റെ സെർവർ ഫാമിലേക്ക് ഇവരുടെ എല്ലാ ഡേറ്റാസും മാറ്റാമെന്ന് ഇവൻ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ രാജ്യം കംപ്ലീറ്റ്ലി സേഫ് ആയിരിക്കും, ഡേറ്റാസ് എല്ലാം പൂർണ്ണമായി സേഫ് ആയിരിക്കും, പിന്നീട് ഒരു തെണ്ടിക്കും ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. കേട്ടപാടെ പ്രൈം മിനിസ്റ്റർ സമ്മതിച്ചു. പുള്ളിക്കാരിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല, വോട്ട് കിട്ടി ജയിച്ചു വന്നതല്ലേ. കൂടെയുള്ളവർക്ക് ഇതിന്റെ റിസ്ക് അറിയാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ പറയുന്നത് എതിർത്താൽ ചോറ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവോ എന്തോ, അവരൊന്നും എതിർത്ത് പറഞ്ഞില്ല. ഇവിടെ ഫ്രാൻസിൽ നമ്മുടെ ജോണി ഇംഗ്ലീഷ് ഒഫീലിയെ മീറ്റ് ചെയ്യാൻ ചെന്നു. മിസ്റ്റർ ഗൊളൈറ്റ്ലി. ജോണി ഒരു നിമിഷം അങ്ങ് ചൂളിപ്പോയി. ഗൊളൈറ്റ്ലിയോ? അതെന്ത് സാധനം? ഓ ആക്ച്വലി ഞാനുണ്ടല്ലോ ഗൊളൈറ്റ്ലി. അതെ ഞാൻ തന്നെ. നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? ഓർഡർ ചെയ്തോളൂ. ഒഫീലിയ ഒരു മോസ്കോ മ്യൂൾ ഓർഡർ ചെയ്യും. അങ്ങനെ ഒരു പേര് ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടാവാം. ഇവൻ ലണ്ടൻ ലെമിങ്ങിൽ എന്തോ ഒരു സാധനം ഓർഡർ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ഇവിടെ നിൽക്കുന്ന ആൾക്ക് പോലും അറിഞ്ഞുകൂടാ. സാർ അതെന്ത് ഐറ്റമാണ് സാർ? നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അത് കുട്ടാ, നീ ജിൻ, വോഡ്ക, അർമനാക്, ഷെറി, പിന്നെ പെർമേസൺ ഇതെല്ലാം കൂടെ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തേ നന്നായിട്ടൊന്ന് വിരലിട്ട് കലക്കി തന്നാൽ മതി. അടിപൊളിയായിരിക്കും. എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. അവനും എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരുമായിരിക്കും. പിന്നെ കഴിക്കാൻ കൊടുത്ത ഫുഡ് നല്ല ചൂടായിരുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ എടുത്ത് കഴിച്ച് നാക്കൊക്കെ പുള്ളി ഒരു പരുവമായിരിക്കുവാണേ. ഇതേ സമയം നമ്മുടെ ബോ ഉണ്ടല്ലോ, ഒഫീലിയയുടെ റൂമിൽ കയറി അവിടുന്ന് കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് പുള്ളിക്കാരി ടാറ്റാ ബൈ ബൈ പറഞ്ഞങ്ങ് പോയി. ബോ അവളുടെ റൂമിൽ കയറി ചെക്ക് ചെയ്തപ്പോൾ അവൾക്ക് 3 പാസ്പോർട്ട് ഉണ്ട്. റൊമേനിയൻ, ബുൾഗേറിയൻ, റഷ്യൻ. അതിൽ 3-നും 3 പേരുകളാണ്. അപ്പോൾ ഇവളും ക്രിമിനലാണ്. .com എന്ന യാച്ച് ഓണറെ പിടിക്കാൻ ഇവളെ ഒന്ന് കാര്യമായിട്ട് ചോദ്യം ചെയ്താൽ മതിയാവും. അയാൾ ചെയ്യുന്ന ചില്ലറ ഉടായ്പ പരിപാടിയൊക്കെ ഇവൾക്ക് അറിയാമായിരിക്കുമല്ലോ, എസ്പെഷ്യലി ആ സൈബർ അറ്റാക്ക് പരിപാടിയൊക്കെ. എന്നാൽ ശരിക്കും ഇവളൊരു സ്പൈ ആണ്, റഷ്യൻ ഇന്റലിജൻസ്. പുള്ളിക്കാരി മോസ്കോയിലേക്ക് കോൺടാക്ട് ചെയ്ത് ഇംഗ്ലീഷിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ അവനെ പറ്റി അധികം ഡീറ്റെയിൽസ് എങ്ങും അവൈലബിൾ അല്ലെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അവൻ്റെ ഒരു പ്രോ ആയിരിക്കാം. എന്താണ് അവൻ്റെ ഉദ്ദേശം, എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ അടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് അറിഞ്ഞുകൂടാ. വെച്ച് താമസിപ്പിക്കേണ്ട, അവനെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കാൻ ഓർഡർ കിട്ടുവാണ്. രാത്രി ജോണി ഇങ്ങനെ ഹോട്ടൽ റൂമിൽ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുന്നു. അവനെ കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു കിടന്നിട്ടും പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടുന്നില്ല. ദാണ്ടെ ഒഫീലിയ നമ്മുടെ ജോണിയെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തിൽ പതിയെ അവളുടെ റൂമിൽ നിന്ന് ഇറങ്ങി അവന്റെ റൂമിലേക്ക് കയറുന്നു. ഉറക്കം കിട്ടാതെ ജോണി എന്ത് ചെയ്യുന്നു, ഇവരുടെ കയ്യിൽ 2 ടൈപ്പ് ഓഫ് പിൽസ് ഉണ്ടല്ലോ, റെഡും ഗ്രീനും. അതിൽ പെട്ടെന്ന് ഉറങ്ങാനുള്ള പില്ല് കഴിക്കാമെന്ന് തീരുമാനിച്ച് അതെടുത്തു. എന്നാൽ റെഡ് ആണോ ഗ്രീൻ ആണോ കഴിക്കേണ്ടതെന്ന് കൺഫ്യൂഷനായിട്ട് പുള്ളിക്കാരൻ ഇൻസ്റ്റന്റ് ആയിട്ട് എനർജി ബൂസ്റ്റ് ആവുന്ന ഭയങ്കര ആക്റ്റീവ് ആകുന്ന ആ ഒരു പില്ലം കഴിച്ചു. വരാത്ത ഉറക്കം അങ്ങ് പോവുകയും ചെയ്തു. കൊല്ലാൻ വന്ന ഒഫീലിയ വാതിലിന്റെ അവിടെ നിൽക്കുമ്പോൾ അവളെയും തള്ളിയിട്ടിട്ട് നേരെ ഒരൊറ്റ പോക്ക്. താഴെ പബ്ബിൽ ചെന്ന് ഒട്ടുക്കത്തെ ഡാൻസും ബഹളവും ഒക്കെ. ഏതാ സ്റ്റെപ്പ്. ഒഫീലിയ പിന്നെയും അങ്ങോട്ട് ചെന്ന് ആളുകൾക്കിടയിൽ വെച്ച് ഇവനെ അങ്ങ് തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ എങ്ങനെയൊക്കെ ഗണ്ണ് പോയിന്റ് ചെയ്യാൻ ശ്രമിച്ചാലും ഇവൻ ഒഴിഞ്ഞു മാറി ആളുകൾക്കിടയിലൂടെ കയറി ഇങ്ങനെ ഡാൻസ് കളിച്ച് പോകുന്നതുകൊണ്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതിവിദഗ്ധമായി ജോണിയുടെ അടുത്ത് നിന്ന് അവന്റെ കൂടെ ഡാൻസ് കളിച്ച് അവന്റെ കഴുത്ത് ഞെരിച്ച് അവനെ കൊല്ലാനാണ് ശ്രമം. 1-2 തവണയൊക്കെ പുള്ളിക്കാരി ശ്രമിക്കുന്നുണ്ട്. അവൾ എപ്പോഴും ഇവന്റെ കഴുത്ത് മുറുക്കാൻ അങ്ങോട്ട് ശ്രമിക്കുമ്പോൾ ഇവൻ അവളെ പിടിച്ചു മാറ്റും. 2-3 തവണയായപ്പോൾ ജോണി അവളെ പൊക്കിയെടുത്ത് നിലത്തടിച്ചു. അല്ല പിന്നെ അണ്ണൻ ഇത്ര എനർജി നിൽക്കുമ്പോഴാണ് ഇവള് കൊല്ലാൻ ചെല്ലുന്നത്. അങ്ങനെ നേരം വെളുത്തു. DJ വരെ കിടന്നുറങ്ങി. എന്നിട്ടും നമ്മുടെ ജോണി ഒട്ടുക്കത്തെ എനർജിയിൽ ഡാൻസ് ചെയ്യുന്നു. അപ്പോഴേക്കും നമ്മുടെ ബോ ഓടി വന്ന്, സാർ യാച്ചിന്റെ ഓണറെ കണ്ടുപിടിച്ചു. അവന്റെ പേര് ജേസൺ വോൾട്ട, മോസ്റ്റ് പവർഫുൾ ഇന്റർനെറ്റ് ബില്യണർ ആണ് സാർ അവൻ. ജോണി ദിങ്ങനെ കാണിക്കുന്നത് മൈൻഡ് ആക്കണ്ട. പുള്ളിക്കാരൻ എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ ഒട്ടുക്കത്തെ എനർജി കാരണം ഇതങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഏതായാലും വില്ലൻ ജേസൺ ആണെന്ന് മനസ്സിലായി. ആൻഡ് ഇവരുടെ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ അവനുമായിട്ടൊരു ഡീല് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒരു ട്രേഡ് ഡീല് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കൂടെ അറിഞ്ഞപ്പോൾ പറ്റുന്ന അത്രയും വേഗം ആക്ട് ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ രാജ്യം ആകെ കുഴപ്പത്തിലാകുമെന്ന് ഇവന് മനസ്സിലാവുന്നുണ്ട്. നേരെ ലണ്ടനിൽ ചെന്ന് പെഗാസസിനെ മീറ്റ് ചെയ്ത്, സർ ഇതിന്റെ പുറകിലുള്ളവരെ ഞങ്ങൾ കണ്ടുപിടിച്ചു, അവന്റെ പേര് ജേസൺ എന്നങ്ങോട്ട് പറയാൻ വന്നപ്പോഴേക്കും ജോണി ഉറങ്ങിപ്പോയി. ഇത്രയും നേരം ഇങ്ങനെ
ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. കഴിച്ച പില്ലിന്റെ പവർ കുറഞ്ഞു വരുക, ബോഡിക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ട് റെസ്റ്റ് വേണം. തുടർന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ബോയ് ഇദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു. ഇതിപ്പോൾ പ്രൈം മിനിസ്റ്റർ ജേസനുമായിട്ട് ഇങ്ങനെ ഒരു ഡീലൊക്കെ സംസാരിച്ച് പുള്ളിക്കാരി ജേസനുമായിട്ടുള്ള സൗഹൃദത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഒഫീഷ്യൽ അന്വേഷണമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അത് വലിയ പ്രശ്നമല്ലേ? എന്നാലും ജോണിയും ബോയും ഒക്കെ ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നത് കൊണ്ട് ജേസന്റെ എസ്റ്റേറ്റിൽ ചെന്ന് രഹസ്യമായിട്ട് അതിനകത്ത് കയറി പരിശോധിക്കാൻ ഇദ്ദേഹം പെർമിഷൻ കൊടുക്കുന്നുണ്ട്. അതീവ സെക്യൂരിറ്റി ഉള്ള അവിടെ കയറി പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോണി വിർച്വൽ റിയാലിറ്റി യൂസ് ചെയ്ത് ജേസന്റെ വീടും പരിസരവും ഒക്കെ ആദ്യം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ VR ധരിക്കുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക ഫ്ലോറിൽ നിന്ന് വേണം ഇതൊക്കെ സെറ്റ് ചെയ്യാൻ. ഇവന്റെ മൂവ്മെന്റ് അനുസരിച്ച് ആ ഒരു ഫ്ലോർ മൂവ് ചെയ്യും. അതാകുമ്പോൾ പുറത്തെങ്ങും പോകാതെ ഈ റൂമിൽ തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് കണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. ജോണിക്ക് VR ഹെഡ്സെറ്റും കൊടുത്ത് അവരൊക്കെ അവിടെ നിന്ന് മാറിപ്പോയപ്പോൾ ജോണി എന്ത് ചെയ്തെന്നു, ഇവൻ നിൽക്കേണ്ട ആ ഒരു ഫ്ലോർ മൂവ്മെന്റ് ഓൺ ചെയ്യാതെ തന്നെ പുള്ളിക്കാരൻ അങ്ങ് നടക്കാൻ തുടങ്ങി. ആദ്യം തന്നെ റൂം വിട്ടങ്ങ് പുറത്തുപോയി. ഇത് മറ്റാരും ശ്രദ്ധിക്കുന്നുമില്ല. നേരെ റോഡിലിറങ്ങി. വഴി കൂടെ പോകുന്ന വണ്ടി ഒന്നും ഇവന് കണ്ടുവിടല്ലോ. നടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ വിർച്വൽ റിയാലിറ്റിക്കുള്ളിൽ ജേസന്റെ വീട്ടിലെ സെക്യൂരിറ്റീസിനെ കാണിക്കും. അതൊരു ത്രെറ്റാണ്. അവരെ അടിച്ചു വീഴ്ത്തി മാത്രമല്ലേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഇവനിവിടെ റിയൽ വേൾഡിലെ ഒരു ലൈബ്രറിയിലെത്തി. അവിടെ ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന ഒരു പാവ മനുഷ്യനെ ത്രെറ്റാണെന്ന് പറഞ്ഞ് തലക്കടിച്ച് വീഴ്ത്തി. VRലെ കുറേയധികം സെക്യൂരിറ്റീസിനെ ത്രെറ്റ്സ് ആയിട്ട് കാണിക്കുന്നുണ്ട്. റിയൽ വേൾഡിൽ ഇവൻ കുറേയധികം ആളുകളെ അടിച്ചു വീഴ്ത്തുന്നുണ്ട്. സെക്യൂരിറ്റീസ് കാണാതെ മുട്ടിലഴിഞ്ഞു പോകേണ്ട സാഹചര്യം വന്നപ്പോൾ റോഡിലൂടെ മുട്ടിലഴിഞ്ഞു പോകുന്നു. പിന്നെ റെസ്റ്റോറന്റിൽ കയറി അവിടെ ഇരുന്നൊരു പാവം വല്യമ്മയെ ചവിട്ടിക്കൂട്ടി. അവിടുത്തെ സ്റ്റാഫിനെ തല്ലി. പുറത്തിറങ്ങി ബസ്സിൽ കയറി അവിടുത്തെ ഗൈഡിനെയും അടിച്ചിട്ടു. ഒന്നാമതേ സൈബർ അറ്റാക്ക് ഒക്കെ കാരണം ആകെ മൊത്തം ഇവിടെ പ്രശ്നങ്ങളാണ്. അതിനിടയിൽ ഇവനും കൂടെ ഇറങ്ങി ഇങ്ങനെ ഓരോന്ന് കാണിച്ച് ഒരുപാട് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയെങ്കിലും ഒടുക്കം അവൻ കറങ്ങി തിരിഞ്ഞ് എവിടെ തുടങ്ങിയോ അവിടെ തന്നെ എത്തുന്നുണ്ട്. VR യൂസ് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്തിരുന്ന റൂമിൽ തന്നെ എത്തി. പുറത്ത് ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് താൻ ഈ റൂം വിട്ട് പുറത്തു പോയിട്ടേ ഇല്ലെന്നാണ് ജോണി കരുതുന്നത്. ഇതേസമയം പ്രൈം മിനിസ്റ്റർ ജേസനുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കി. ജേസന്റെ സെക്യൂരിറ്റി സിസ്റ്റം രാജ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാനുള്ള ഡീൽ. എല്ലാ കാര്യങ്ങളും അവൻ പ്രൊവൈഡ് ചെയ്യും. സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ അവൻ നോക്കിക്കോളും. ഇതൊരു അടിപൊളി അപ്ഡേഷൻ ആണെന്നാണ് പുള്ളിക്കാരി വിചാരിക്കുന്നത്. G12 സബ്മിറ്റിൽ ഇത് പ്രസന്റ് ചെയ്താൽ പുള്ളിക്കാരിക്ക് ഒരു വില കിട്ടും. പിന്നെ മറ്റ് രാജ്യങ്ങളും ഇവരോടൊപ്പം ജോയിൻ ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പ്രൈം മിനിസ്റ്റർ തന്നെ രാജ്യത്തെ സകല ഡേറ്റാസും ഒരു ക്രിമിനലിന് കൊടുക്കുന്ന അവസ്ഥയെ ഇനി ഇതൊക്കെ ആര് തടഞ്ഞു നിർത്തും എന്ന് ചോദിച്ചാൽ അതിനല്ലേ നമ്മുടെ ജോണി ഉള്ളത്. ആളതെ ജേസന്റെ എസ്റ്റേറ്റ് ഹൗസിലെത്തി. എപ്പോഴും ആളുടെ കൂടെ ബോയും കാണും. രണ്ടാളുടെയും പ്ലാൻ ഒക്കെ അടിപൊളിയായിരിക്കും. ഇത് നടത്തി വരുമ്പോഴാണ് ഉമറുടെ മണ്ടത്തരം കാരണം പലതും പൊളിഞ്ഞു പോകുന്നത്. ബോ പുറത്തു നിന്നു. ജോണി നേരെ അകത്തേക്ക്. പുള്ളിക്കാരനാണല്ലോ വിർച്വൽ റിയാലിറ്റി യൂസ് ചെയ്ത് ഈ വീടിന്റെ മൊത്തത്തിലുള്ള സെറ്റപ്പ് മനസ്സിലാക്കിയത്. VRൽ കണ്ട പോലൊക്കെ തന്നെ എല്ലാ മുക്കും മൂലയും അറിയാവുന്നത് കൊണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാകുന്നുണ്ട്. സെക്യൂരിറ്റീസിനും പിടി കൊടുക്കാതെ ജേസൺ വോൾട്ടയുടെ മുന്നിൽ പെടാതെ എങ്ങനെയെങ്കിലും ഉദ്ദേശിക്കുന്ന കാര്യം നടത്തിയെടുത്താൽ മതി. പ്ലാൻ ചെയ്ത കണക്കെ അങ്ങനെ മുന്നോട്ട് ചെന്നപ്പോൾ അദ്ദേഹം മറ്റവൾ ഒബ്ലിവിയ ഓഫീലിയ ഇവളിവിടെ എന്ത് ചെയ്യണമെന്നോ. സംഭവം ഇവളൊരു സ്പൈ ആണ്. റഷ്യൻ ഇന്റലിജൻസ് ഏജന്റ് ആണ്. അവരും ജേസനെ അന്വേഷിക്കുന്നുണ്ട്. ജേസനെ പറ്റി തിരക്കുന്നുണ്ട്. ഇവനുമായിട്ട് സൗഹൃദം ഉണ്ടാക്കി ഇവന്റെ രഹസ്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അവൾ തകൃതിയായിട്ട് അവൾക്ക് കിട്ടിയ മിഷനൊക്കെ അങ്ങനെയും മുന്നോട്ട് കൊണ്ടുവന്നതിനിടയ്ക്കാണ് നമ്മുടെ ജോണി ഇംഗ്ലീഷ് ചെന്ന് കയറുന്നതും ആകെ മൊത്തം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതും. രണ്ടുപേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് തർക്കമായി. അവൾ ഇവന് നേരെ ഗണ്ണ് പോയിന്റ് എന്നൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ജേസന്റെ വീട്ടിൽ വെച്ച് അടി ഉണ്ടാക്കിയ രണ്ടുപേരെയും അത് അഫക്ട് ചെയ്യും. അതുകൊണ്ട് ഇവിടെ രണ്ടാളും ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ജേസൺ അവിടെ അങ്ങേറെ പ്ലാനൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സൈബർ അറ്റാക്സ്. ജോണി ഒഫീലിയയുടെ ഫോൺ വാങ്ങി ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. തെളിവ് വേണമല്ലോ. ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ലണ്ടനായി ആ ഒരു ജയന്റ് വീൽ അറ്റാക്ക് ചെയ്യാവുന്നതാണ്. അതൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ ജോണിയുടെ കൈ തട്ടി ഫോണിൽ പാട്ട് പ്ലേ ആയി. ഈ പൊട്ടം കാരണം പിടിക്കപ്പെടുമല്ലോ എന്നുള്ള സാഹചര്യമായപ്പോൾ ഒഫീലിയ രക്ഷപ്പെടാൻ വേണ്ടി ജോണിക്ക് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്ത് അവനെ ജേസന്റെ മുന്നിൽ കൊണ്ടുവന്നു. ഇവന്റെ പേര് ജോണി ഇംഗ്ലീഷ്, സ്കൂൾ ടീച്ചറാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജേസന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓൺ റെക്കോർഡ്സ് ഇപ്പോൾ അങ്ങനെയാണല്ലോ. പുള്ളി പഴയ സീക്രട്ട് സർവീസ് ഏജന്റ് ആണ്, വലിയ പുലിയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും എങ്ങും അവൈലബിൾ അല്ല. എന്നാലും ഇവൻ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ആണെന്ന് ഒഫീലിയ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടി ജോണി ഓരോന്ന് പറയാൻ തുടങ്ങി. ഞാനിവിടെ ഒറ്റയ്ക്ക് വന്നാണെന്ന് കരുതിയോ നീ? പുറത്തെന്റെ ടീം മുഴുവനുണ്ട്. ഏത് നിമിഷവും അവരിങ്ങോട്ട് അറ്റാക്ക് ചെയ്തേക്കാം. ജേസൺ പുറത്തുള്ള വിഷ്വൽസ് ഒക്കെ ചെക്ക് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ബോവിനെ പുറത്ത് പട്ടികൾ ഓടിക്കുന്നു. ഈ രാജ്യത്തിന് എന്ത് പറ്റിയടേ? എവിടെ പോയി നിന്നെ പോലുള്ള മണ്ടന്മാരെ തന്നെ തിരിഞ്ഞു പിടിച്ച് ഏജൻസ് ആക്കുന്നു. ആകെ പെട്ടല്ലോ. ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിക്കുമ്പോഴാണ് ഈ ജേസന്റെ ഒരു സെക്യൂരിറ്റി ഡോർ തുറന്ന് അകത്തേക്ക് കയറി വരുന്നത്. കിട്ടിയ അവസരം മുതലാക്കുന്ന നമ്മുടെ ജോണി ഒഫീലിയയുടെ ഫോണും പിടിച്ചു വാങ്ങി ഓടിച്ചെന്ന് വാതിൽ അടയുന്നതിന് മുമ്പ് പുറത്തിറങ്ങി. ജോണിയുടെ കൈ പുറകിലേക്ക് കെട്ടിയിട്ടുണ്ട്. പ്രോപ്പറായിട്ട് അവൻ ഓടാൻ പോലും പറ്റുന്നില്ല. ജേസനും പുള്ളിയുടെ ആളും കാറിൽ അവനെ പിന്തുടർന്ന് പോകുമ്പോൾ ഗേറ്റ് അടയുന്നതിന് തൊട്ടു മുമ്പ് ജോണി ഓടി പുറത്തിറങ്ങി. റോഡിലൂടെ വന്നൊരു വണ്ടിയുടെ ഒരു കാറിന് മുന്നിൽ കയറി നിന്നു. അതാണെങ്കിൽ ഒരു ഡ്രൈവിംഗ് സ്കൂൾ വെഹിക്കിൾ. ഇൻസ്ട്രക്ടറെ പിടിച്ച് പുറത്തിട്ട ജോണി അകത്ത് കയറിയിട്ട് ഇൻസ്ട്രക്ടർ സീറ്റിന്റെ താഴെയും കൺട്രോൾസ് ഉണ്ടാവല്ലോ, ആക്സിലേറ്റേഴ്സ് ഒക്കെ ഉണ്ടാവല്ലോ, അതിൽ ചവിട്ടി വണ്ടി കൺട്രോൾ ചെയ്യുന്നു. സ്റ്റുഡന്റ് ഒരു സ്ത്രീയാണ്. പുള്ളിക്കാരിയോട് ലെഫ്റ്റോ റൈറ്റോ തിരിയണമെന്ന് മാത്രം പറഞ്ഞു കൊടുക്കും. അവര് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യും. ജോണി ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച് കൺട്രോൾ ചെയ്യും. നമ്മുടെ കക്ഷി അടിപൊളി ഡ്രൈവറാണെന്നറിയാലോ. പിന്നാലെ പിന്തുടർന്ന് വരുന്ന ജേസനെയൊക്കെ വെട്ടിച്ച് മാറി ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ടു പോകാൻ പുള്ളിക്കാരന് സ്റ്റിയറിംഗ് കൺട്രോൾ തന്നെ വേണമെന്നില്ല. വണ്ടി ഓടിക്കുന്ന പുള്ളിക്കാരുടെ കണ്ണാരി എടുത്തു മാറ്റി പുള്ളിക്കാരിക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാക്കിയിട്ട് അവരോട് ലെഫ്റ്റും റൈറ്റും പറഞ്ഞു കൊടുക്കും. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ജോണി പറയുന്നത് പുള്ളിക്കാരി കേട്ടു. ഇവൻ പറയുന്നതെല്ലാം പുള്ളിക്കാരി കൃത്യമായി അനുസരിച്ചത് കൊണ്ട്
വിദഗ്ധമായി ജേസനെയും പറ്റിച്ച് ഇവിടുന്ന് കടന്നു കളയാൻ പറ്റി. അങ്ങനെ ജോണിക്ക് എത്തേണ്ടടുത്തെത്തി. പുള്ളിക്കാരൻ തെളിവുകളൊക്കെ റെക്കോർഡ് ചെയ്ത് ഒഫീലിയയുടെ ഫോൺ എടുത്തപ്പോൾ ഫോൺ മാറിപ്പോയെന്നേ. ഒഫീലിയയുടെ ഫോണിന് പകരം ഈ ഡ്രൈവിംഗ് പഠിക്കാൻ വന്ന് ഈ പുള്ളിക്കാരുടെ ഫോൺ എടുത്തുകൊണ്ടാണ് പോകുന്നത്. പെഗാസസിനെയും പ്രൈം മിനിസ്റ്ററെയും ഒക്കെ വിളിച്ചു വരുത്തി സുപ്രധാനമായ തെളിവ് കിട്ടിയെന്ന് പറഞ്ഞ് കാണിക്കുന്നത് മറ്റേ പുള്ളിക്കാരി ഏതോ ഫംഗ്ഷന് പോയിട്ട് എന്തൊക്കെയോ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ആസ് യൂഷ്വൽ വീണ്ടും നാണം കിട്ടു. ജോണിയെ കൊണ്ടുവന്നത് നടപടി ആവത്തില്ല, ജേസൺ വോൾട്ടയാണ് അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞു വരുന്നത് എന്തോ മറ്റൊരു ഉദ്ദേശം വെച്ചിട്ടാണ് എന്നുള്ളൊരു രീതിയിലായി. എഗെയിൻ ജോണിയുടെ പണി പോയി. പറഞ്ഞു വിട്ടു, കൺമുന്നി കണ്ടേക്കലെന്ന് പറഞ്ഞു വിട്ടു പ്രൈം മിനിസ്റ്റർ. ആകെ വിഷമിച്ച് ശോകം അടിച്ച ആളിങ്ങനെ നടന്നു പോകുമ്പോൾ ബോ ഓടി വന്ന്, സർ 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 അങ്ങനെ നിർത്തിയിട്ട് പോയല്ലേ, G12 സബ്മിറ്റ് സ്കോട്ട്ലൻഡിലാണ്, അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അവനെ തടഞ്ഞു നിർത്തിയേ പറ്റുള്ളൂ. സർ ഒന്നും മനസ്സ് വെച്ചാൽ നമ്മുടെ മുന്നിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ എൻ്റെ ഭാര്യയെ പറ്റി പറഞ്ഞില്ലേ, അവൾ വർക്ക് ചെയ്യുന്ന സബ്മറീനിൽ നമ്മളെ അവിടെ എത്തിക്കും, നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇതിനു മുമ്പ് മോഡേഴ്സ് ഇല്ലാതെ ജോണി വർക്ക് ചെയ്തിട്ടുണ്ട്. ബോ പറയുന്നത് കേട്ട് രാജ്യത്തിന് വേണ്ടി എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി വർക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ബോവിന്റെ വൈഫിന്റെ സഹായത്തോടെ ഇവര് G12 സബ്മിറ്റ് നടക്കുന്ന ഗെറോ കാസ്റ്റിലെത്തി. വെരി വെൽ, ഗുഡ് വർക്ക് കമാൻഡർ. മിസ്റ്റർ ജോണി ഇംഗ്ലീഷ്, ജെറമി എപ്പോഴും നിങ്ങളെ പറ്റി പറയാറുണ്ട്. പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവൻ ഒരുമാതിരി, ജെറമിയോ, അതാരാ ജെറമി? ഇദ്ദേഹം എന്റെ ഹസ്ബൻഡ്. ഓ ബോ, ജെറമി, റൈറ്റ്. നമ്മുടെ ആൾക്ക് ഇങ്ങനെയാണല്ലോ, പേരുകൾ ഓർത്തിരിക്കുന്നൊരു വലിയ പ്രശ്നമുണ്ട്. ഇവനെ ബോ എന്ന് വിളിച്ച് ശീലിച്ചു. ഇനിയിപ്പോൾ ജെറമി എന്നൊക്കെ പറഞ്ഞു കൊടുത്താലും ഇയാൾ ഓർത്തിരിക്കാൻ പോകുന്നില്ല. രണ്ടാളും കാസ്റ്റിലിന്റെ ബാക്കിലൂടെ വലിഞ്ഞു കയറി മുകളിലേക്ക് കയറിപ്പോയി നമ്മുടെ ജോണിക്ക് എക്സോസ്കെലറ്റൺ കൊടുത്തു. അടിപൊളി സെറ്റപ്പ് ഒക്കെയാണ്, പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ. മണ്ടത്തരം കാണിക്കാൻ പോയാൽ അതുപോലെ പണിയും കിട്ടും. കാസ്റ്റിൽ ഓൾറെഡി നമ്മുടെ ജേസനും ഒഫീലിയ ഒക്കെ ഉണ്ട്. ഒഫീലിയ റഷ്യൻ ഇന്റലിജൻസ് ആണല്ലോ. ഇനി നടക്കാൻ പോകുന്ന G12 സമ്മിറ്റിൽ ഇവൻ പങ്കെടുത്താൽ പല രാജ്യങ്ങളും ഇവന് ഡേറ്റാസ് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്താൽ അത് വലിയ കുഴപ്പത്തിലേക്ക് നയിക്കുമെന്ന് അറിയാവുന്ന അവൾ എന്തോ ഒരു കൈൻഡ് ഓഫ് ഡ്രഗ് ഇവന് കുടിക്കാനുള്ള ഡ്രിങ്ക്സിൽ കലർത്തി കൊടുക്കുന്നുണ്ട്. ജേസൺ അത് കുടിക്കുന്നുണ്ട്. എന്നാൽ പുള്ളിക്ക് ഒന്നും പറ്റിയില്ല. ബിക്കോസ് ഇവള് കലർത്തിയ ഡ്രഗിന്റെ ആന്റിഡോട്ട് പുള്ളി ഓൾറെഡി എടുത്തിരുന്നു. ഇവള് റഷ്യൻ ഇന്റലിജൻസ് ആണെന്നും തുടക്കം മുതലേ തനിക്കെതിരെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്, തന്റെ കൂടെ നിന്ന് ചതിക്കുവാണെന്നും ഇവൻ മനസ്സിലാക്കിയിരുന്നു. ഒഫീലിയ ഏതൊക്കെ തരത്തിൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമെന്ന് മനസ്സിലാക്കി അവളുടെ ഗണ്ണിലെ ബുള്ളറ്റ് പോലും ഇവൻ മാറ്റിയിരുന്നു. ജേസൺ 3D പ്രിന്റ് ചെയ്ത പ്ലാസ്റ്റിക് ഗൺ അവൾക്ക് നേരെ ഇങ്ങനെ പോയിന്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ജോണി ഇംഗ്ലീഷ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ജനാല വഴി ഇങ്ങനെ അകത്ത് കയറിയപ്പോൾ തന്നെ എക്സോസ്കെലറ്റനിലെ ഒരു ചെറിയ ഹുക്ക് അതിൽ കുരുങ്ങുന്നുണ്ട്. ഇത് മനസ്സിലാക്കാതെ ജേസൺ നേരെ ഗണ്ണ് പോയിന്റ് ചെയ്ത് മുന്നോട്ട് നടന്നു. ഇലാസ്റ്റിക് പോലെ അതിങ്ങനെ വലിഞ്ഞു വരുവാണ്. ജേസനെയും ഒഫീലിയയും ഗൺ പോയിന്റിലാക്കി ജോണി ഇങ്ങനെ ഡയലോഗ് അടിച്ച് നിൽക്കുമ്പോൾ ബോ, സാർ നിങ്ങൾ അകത്ത് കയറിയോ? യെസ് ബോ, ഞാൻ അകത്ത് കയറി. നീ ഇത് ഷട്ട് ഡൗൺ ചെയ്തോ? പറഞ്ഞ് നാവെടുത്തില്ല. ബോ ഷട്ട് ഡൗൺ ചെയ്തു. അത്രയും എനർജി റിലീസായി ജോണി തെറിച്ചൊരൊറ്റ പോക്ക് തെറിച്ചു പോയി വെള്ളത്തിൽ കിടന്നു. ഇങ്ങേരെ കൊണ്ടൊന്നും നടപടിയാവൂലെന്നറിയാം. അതുകൊണ്ട് കിട്ടിയ ചാൻസിന് നമ്മുടെ ഒഫീലിയ ജേസനെ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടിട്ട് അവിടെ ഓടി ഇറങ്ങിപ്പോയി. വെള്ളത്തിൽ വീണ് തണുത്ത് കുറച്ചൊരു പരുവമായി ദേ നമ്മുടെ ജോണി വരുന്നു. ഇനി എങ്ങനെ അകത്ത് കയറും, എന്താണ് പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ബാൻഡ് കണ്ടു. അവരുടെ കൂട്ടത്തിൽ അവരെ പോലെ ഡ്രസ്സ് ധരിച്ച് നൈസായിട്ട് അകത്ത് കയറി. ഇങ്ങനെ ഒരാൾ അകത്ത് കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി സെക്യൂരിറ്റീസ് പുറകെ വരുന്നുണ്ട്. അവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കാസ്റ്റിലുണ്ടായിരുന്ന നൈറ്റ്സിന്റെ ഒക്കെ മെറ്റൽ ആർമർ ഉണ്ട്, അതിനകത്ത് കയറി അതെടുത്തങ്ങ് ഇട്ടു. ഇട്ടപ്പോൾ എളുപ്പമായിരുന്നു, എന്നാൽ ഊരാൻ ഒടുക്കത്തെ പാട്. ബോയും ഒഫീലിയും ഒക്കെ ചെന്ന് അവരാൽ പറ്റും വിധമൊക്കെ ശ്രമിച്ചു നോക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ നോക്കിയിട്ട് ഈ സാധനം ഊരി വരുന്നില്ല. പഴയ ആർമർ അല്ലേ, പണ്ടത്തെ കാലത്തെ ആർമർ അല്ലേ, ഇതിനെന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്, എവിടെയോ ഇതിന്റെ ഒരു ബട്ടൺ ഉണ്ട്. അതെന്താണ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാത്ത പക്ഷം ഇത് ഊരാൻ പറ്റത്തില്ല. ഇത്രയും വെയിറ്റ് ഉള്ള മെറ്റൽ സാധനം ഇട്ടേക്കുന്നതുകൊണ്ട് ഇവന് പ്രോപ്പറായിട്ടൊന്നും അനങ്ങാൻ പോലും പറ്റത്തില്ല. ഒരു വിധത്തിൽ വേണം പതിയെ മുന്നോട്ട് കാല് വെച്ച് നീങ്ങാൻ. എന്ത് തന്നെയാണെങ്കിലും ജേസനെ തടഞ്ഞല്ലേ പറ്റുള്ളൂ. ഇവിടെ ജേസൺ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ മുന്നിൽ അവന്റെ പ്ലാനിനെ പറ്റി ഇങ്ങനെ വിവരിച്ചു കൊടുക്കുകയാണ്. വെൽ, ഇന്നത്തെ കാലത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഡേറ്റ മാനേജ്മെന്റ് പ്രോബ്ലംസ്. എന്നെ പോലുള്ള ആളുകൾക്ക് ഡേറ്റ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ ഡേറ്റയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ ജോണിയുടെ എൻട്രി. വോൾട്ട, ഞാൻ എന്തിനാ ജീവിക്കുന്നതെന്നറിയോ? നിന്നെ പോലുള്ള വില്ലന്മാരെ ഇല്ലാതാക്കാൻ. എന്റെ രാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. മാജസ്റ്റിയുടെ സീക്രട്ട് സർവീസിന്റെ ഭാഗമാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ടൊരു ചവിട്ട്. ആ പടിക്കെട്ടിന്റെ അവിടെ വെള്ളം എന്തോ കിടപ്പുണ്ടായിരുന്നേ. അതിൽ തെന്നി അടിച്ചൊരൊറ്റ പോക്ക്. തെന്നിപ്പോയ പോക്കിൽ അപ്പുറത്തെ ഡോറും ജോണി തന്നെ ക്ലോസ് ചെയ്തു. സബാഷ്, പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വന്നവൻ ആ വഴിക്ക് അങ്ങ് പോയല്ലോ. ജേസൺ കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ ജീവിക്കുന്നത് ഡേറ്റയ്ക്ക് വേണ്ടിയാണ്. എൻ്റെ അൽഗോരിതത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ തരത്തിലുള്ള ഡേറ്റ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. ഒരൊറ്റ കാര്യം മതി, ഒരേ ഒരു പെർമിഷൻ നിങ്ങൾ തന്നാൽ മതി, കൺട്രോൾ. പെട്ടെന്ന് ജേസൺ ഇങ്ങനെ പറഞ്ഞപ്പോൾ, ജേസൺ നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയൊന്നുമല്ലോ നമ്മൾ സംസാരിച്ചേ. ഹേയ് ഷട്ട് അപ്പ് പ്രൈം മിനിസ്റ്റർ. ചുറ്റുപാട് മുഴുവൻ ജേസന്റെ ആളുകളായിരുന്നു. ഒഫീഷ്യൽ ആർമഡ് ഫോഴ്സസിനെ മൊത്തം അവർ കൺട്രോളിലാക്കിയിരുന്നു. ലോക നേതാക്കളൊക്കെ ഇപ്പൊ ജേസൺ പറയുന്നത് അനുസരിക്കേണ്ട അവസ്ഥയിലായി. ഒപ്പിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, എല്ലാ പെർമിഷനും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ കൊല്ലപ്പെടും. ഓൾറെഡി ജേസൺ പ്രൈം മിനിസ്റ്ററിന്റെ മിസ്റ്റേക്ക് കാരണം കുറേയധികം ഡേറ്റാസിലേക്ക്, കുറേയധികം നെറ്റ്വർക്കിലേക്ക് ആക്സസ് കിട്ടിയിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ട് യൂറോപ്പിലെ മുഴുവൻ ഇന്റർനെറ്റ് അവൻ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് എവിടെയൊക്കെ അഫക്ട് ചെയ്യുന്നറിയോ? ഇന്റർനെറ്റ് ഇല്ലാതാവുമെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 98% സർവീസസ് ഇല്ലാതാകും. ഫ്ലൈറ്റ്സ് തകരാറാകും, റെയിൽവേ സിസ്റ്റംസ് തകരാറിലാവും, റോഡ് ട്രാഫിക്, വലിയ അപകടങ്ങൾ ഉണ്ടാകും, ആകെ മൊത്തം കയ്യിൽ നിന്ന് പോകും. ഇങ്ങനെ ലോകം മുഴുവൻ നശിക്കേണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പ്രൈം മിനിസ്റ്റേഴ്സും ഒപ്പിടണമെന്ന് ഭീഷണിപ്പെടുത്തി. മറ്റു വഴിയില്ലാതെ അവരെല്ലാം ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം
സമയം ഒരു അടി കിട്ടി ആ വഴിക്ക് അങ്ങ് പോയ നമ്മുടെ ജോണി ഒഫീലിയയുടെ ഫോൺ വാങ്ങി ബ്രിട്ടീഷ് ഇന്റലിജൻസിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് വിളിച്ചപ്പോൾ ഒരുമാതിരി കസ്റ്റമർ കെയർ സെറ്റപ്പ്. MI5 വേണ്ടി 1 അമർത്തുക, MI6 വേണ്ടി 2 അമർത്തുക, MI7 വേണ്ടി 3 അമർത്തുക എന്നൊക്കെ. ജോണി ഇങ്ങനെ ഫോൺ ചെയ്യുന്നതിന് അടുത്തായിട്ട് തന്നെ ബോയിന്റെ വൈഫ് ക്യാപ്റ്റനായിട്ടുള്ള സബ്മറീൻ ഉണ്ട്. രാജ്യമാകെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണല്ലോ. സബ്മറീനിൽ ഏത് നിമിഷവും അറ്റാക്ക് ചെയ്യേണ്ടി വന്നേക്കാം എന്ന് കമാൻഡ് കിട്ടുന്നുണ്ട്. കമാൻഡ് കിട്ടിയെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അതിനൊരു 3 ഡിജിറ്റ് കോഡ് അവർക്ക് ആവശ്യമാണ്. ആ കോഡും കൂടെ കിട്ടിയാൽ അവർ അറ്റാക്ക് ചെയ്യും. ഇവിടെ നമ്മുടെ ജോണി MI7 കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അവർ പറയുന്ന ഓപ്ഷനിൽ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ നമ്പേഴ്സ് കറക്റ്റ് ആയിട്ട് സബ്മറീനിലെ കോഡുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. ഇങ്ങനെ ആയതോടെ ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ ലീഡിയ MI7 ഓഫീസിലേക്ക് കോൺടാക്ട് ചെയ്തു. ഇവിടെ നമ്മുടെ ജോണിയും ഇതേ സമയം കോൺടാക്ട് ചെയ്യുന്നുണ്ട്. രണ്ടാളും ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സാർ അപ്പുറത്താണ്, സാറിനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ ഒരു ഏജന്റ്, ഒരു പുള്ളിക്കാരി അങ്ങ് ഓടിപ്പോയി. ജോണി വിളിച്ച ഫോണിന്റെ റിസീവറും ലിഡിയ വിളിച്ച ഫോണിന്റെ റിസീവറും രണ്ടും ഇങ്ങനെ അടുത്തടുത്ത് വെച്ചിട്ടാണ് പോകുന്നത്. സോ നമ്മുടെ ജോണി പറയുന്നത് ലിഡിയയ്ക്കും പുള്ളിക്കാരി പറയുന്നത് ജോണിക്കും കേൾക്കാൻ പറ്റും. അത്ര ക്ലാരിറ്റിയോട് കേൾക്കാൻ പറ്റത്തില്ലെങ്കിലും ജോണി ഇവിടുന്ന് അറ്റാക്ക് എന്ന് പറഞ്ഞപ്പോൾ ലിഡിയ തനിക്ക് അറ്റാക്ക് ചെയ്യാൻ പെർമിഷൻ കിട്ടിയതാണെന്ന് കരുതി അറ്റാക്ക് ചെയ്തു. മിസൈൽ ലോഞ്ചായി മുകളിലോട്ട് പോയ മിസൈൽ ഒരു അല്പം തിരിഞ്ഞ് .com നേരെ വരുവാണ്. തന്നെ നമ്മുടെ ജേസന്റെ യാച്ചിന് നേരെ വരുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ജോണിയൊക്കെ ആദ്യമായി യാച്ചിൽ കയറിയ സമയത്ത് അതിലൊരു ലൊക്കേറ്റർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെങ്ങനെയൊക്കെയോ ഈ സിസ്റ്റത്തിൽ കയറി ബൈപ്പാസ് ആയി. ഇതെങ്ങനെയാണെന്നൊന്നും ചോദിക്കല്. കുറച്ചു മുമ്പ് നമ്മുടെ ജോണി കസ്റ്റമർ കെയർ വിളിച്ച് അവരവിടെ കൊടുത്ത ഓപ്ഷൻസ് ഒക്കെ ക്ലിക്ക് ചെയ്തപ്പോൾ സബ്മറീനിലെ ലോഞ്ച് കോഡ് ആക്റ്റീവ് ആയതാണ്. അപ്പോൾ ഇതിങ്ങനെയൊക്കെയാണ്. സംഹൗ മിസൈൽ വന്ന് .com ഇടിച്ചു കയറി .com മൊത്തം തകരുന്നുണ്ട്. ജേസൺ ഇതിൽ നിന്നായിരുന്നു സകലതും കൺട്രോൾ ചെയ്തിരുന്നത്. ഈ യാച്ച് തന്നെ ഇല്ലാതാവുന്നതോടെ അവന് ഇനിയിപ്പോൾ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാര്യങ്ങളൊക്കെ ജേസന്റെ കൈവിട്ടു പോയി. എങ്ങനെയൊക്കെയോ സംഹൗ നമ്മുടെ ജോണി ഇതൊക്കെ സോൾവ് ചെയ്തു എന്ന് പറയാം. സംഹൗ മെയിൻ പ്രശ്നം സോൾവ് ചെയ്തല്ലോ. ഇനി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജേസനെ പിടിക്കണം. നമ്മുടെ ജോണിക്ക് ഈ സ്യൂട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് ഒരു കാലം മുന്നോട്ട് എടുത്ത് വെക്കണമെങ്കിൽ 3 സെക്കൻഡ് വേണം. ഞാൻ തന്നെ ജേസനെ പിടിക്കും, അവനെ ഞാൻ തന്നെ കീഴടക്കും എന്നൊക്കെ പറഞ്ഞ് ഓരോ സ്റ്റെപ്പും ഇങ്ങനെ എടുത്തു വെച്ച് ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് അങ്ങനെ നടന്നു വന്നു. വലിയ ഡയലോഗ് അടിച്ച് ജേസന്റെ അടുത്ത് ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ ആ പ്ലാസ്റ്റിക് ഗൺ യൂസ് ചെയ്ത് ഇവന് നേരെ ഫയർ ചെയ്യുന്നുണ്ട്. ഈ ആർമറിലായതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല. ബുള്ളറ്റ് ജസ്റ്റ് ഇതിൽ ഉരസി പോയതേ ഉള്ളൂ. .com തകർത്ത് ജേസന്റെ പ്ലാൻ തൽക്കാലത്തേക്ക് ഇവർക്ക് സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റിയെങ്കിലും നെവാഡയിൽ അവന് സെർവേഴ്സ് ഉണ്ട്. അതുപയോഗിച്ച് ലോകം മുഴുവൻ തകർക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി ജേസൺ ഹെലികോപ്റ്ററിൽ കയറാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഒഫീലിയ ഒരു ടാബും കൊണ്ട് ഓടി വന്ന് അവന്റെ ഹെലികോപ്റ്ററിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാക്ക് ചെയ്യാൻ സാധിച്ചാൽ അവനെ തടയാൻ പറ്റുമെന്ന് പറയാണ്. ജോണി ഇത് വാങ്ങി എങ്ങനെ ഹാക്ക് ചെയ്യാൻ നോക്കുവാണ്. പുള്ളിക്കാരൻ നേരെ വണ്ണം ഹാക്ക് എഴുതാൻ പറ്റുമെന്ന് പോലും അറിഞ്ഞൂടാ. അതുകൊണ്ട് എന്തായാലും നമ്മളാൾ ഹാക്ക് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. ഈ ടാബ് കറക്കിയ ഒരൊറ്റ എയർ കറങ്ങി തിരിഞ്ഞ് ജേസന്റെ തലക്കടിച്ച് പുള്ളി ഇത് എടുത്തടിച്ച് താഴെ വീണു. എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ ജേസൺ യൂസ് ചെയ്തിരുന്ന ഹാക്ക് ചെയ്യാൻ ജേസൺ യൂസ് ചെയ്തിരുന്ന ആ ഒരു ഡിവൈസും ജോണി നശിപ്പിച്ച് കളഞ്ഞു. മിഷൻ സക്സസ്. എല്ലാം ഭംഗിയായി അവസാനിച്ചല്ലോ. ഒരിക്കൽ നമ്മുടെ ജോണിയെ തള്ളിപ്പറഞ്ഞ പ്രൈം മിനിസ്റ്റർ തന്നെ ഇപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. മീഡിയാസ് മുഴുവൻ അവിടെ ഉണ്ട്. അവർ ലൈവായിട്ട് വീഡിയോ ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈം മിനിസ്റ്റർ ഇങ്ങനെ ജോണിയെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എങ്ങനെങ്കിലും അവൻ ഇട്ടിരിക്കുന്ന ഈ ഒരു സ്യൂട്ട് അടിക്കാനും പുള്ളി ശ്രമിക്കുക. പ്രൈം മിനിസ്റ്റർ ഇതിന്റെ ഒക്കെ പുറകിലുള്ള വ്യക്തി ജോണി ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞ് ഇവനെ അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ ആർമർ റിലീസ് ചെയ്യാനുള്ള ബട്ടണിൽ ഇവൻ ക്ലിക്ക് ചെയ്തു. മീഡിയക്കാർ തിരിഞ്ഞു വന്നപ്പോൾ ലോവർ ബോഡിയിൽ ഒന്നും ഇടാതെ നിൽക്കുന്ന ജോണി ഉടനടി നമ്മുടെ ഒഫീലിയ ക്രൗൺ ഊരി അവിടെ അങ്ങ് മറച്ചു. ഇതാണ് പറയുന്നത് സൈസ് മാറ്റേഴ്സ്. സൈസ് റിയലി മാറ്റേഴ്സ്. ക്രൗണിന് ഇത്രയും സൈസ് ഇല്ലായിരുന്നെങ്കിൽ പെട്ടുപോകത്തില്ലായിരുന്നോ, മാനം പോയനെയും. എന്തായാലും രാജ്യത്തിന്റെ ഹീറോ ആയി മാറിയ ജോണി തിരികെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഹെഡ് മാസ്റ്ററും പിള്ളേരും ഒക്കെ വന്ന് ഇദ്ദേഹത്തെ പ്രത്യേകം സ്വീകരിക്കുന്നുണ്ട്. ആള് നേരെ ആളുടെ കുട്ടികളുടെ അടുത്തിരുന്നു. ആള് പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ചെന്നു. നോക്കിയപ്പോൾ ക്ലാസ്സിൽ പിള്ളേരൊന്നുമില്ല. കുട്ടികളൊന്നും എത്തിയില്ലെന്ന് കരുതി ജോണി തിരികെ പോകാൻ തുടങ്ങുമ്പോൾ പിള്ളേരൊക്കെ അതിനകത്ത് ഒളിച്ചിരിക്കുമായിരുന്നു. ജോണി പഠിപ്പിച്ചു കൊടുത്ത പല ട്രിക്കുകൾ യൂസ് ചെയ്ത് കുട്ടികളെല്ലാവരും പലയിടത്ത് ഒളിച്ചിരിക്കുമായിരുന്നു. തന്റെ കുട്ടികൾക്ക് പ്രത്യേക സമ്മാനങ്ങളുമായിട്ടാണ് ജോണി വന്നത്. MI7 യൂസ് ചെയ്യുന്ന സാധാരണ ഐറ്റംസ് ഇല്ലേ, ഗംസ്, വാച്ചുകൾ, ഇതിനൊക്കെ അസാധാരണമായ ഒരു സൈഡ് ഉണ്ടെന്ന് പുള്ളിക്ക് അറിയാമെങ്കിലും പുള്ളി ഇതൊക്കെ പിള്ളേർക്ക് കൊണ്ട് കൊടുത്തുന്നേ. ഇതൊക്കെ കാരണം ചില കുട്ടികളെ ബോധം കെട്ടു പോകുന്നുണ്ട്. ഗ്രനേഡിന്റെ പിന്നൊക്കെ വലിച്ചൂരുന്നുണ്ട്. ജോണി കറക്റ്റ് സമയത്ത് ഇടപെട്ട് എല്ലാം വീണ്ടും എടുത്തു വെക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അന്നേരമാണ് ഹെഡ് മാസ്റ്റർ അങ്ങോട്ട് കയറി വരുന്നത്. ആ ജോണി, പിള്ളേർക്ക് ഗമ്മൊക്കെ കൊണ്ടുവന്നല്ലോ, എന്നാൽ ഞാൻ ഒരെണ്ണം കഴിച്ചേക്കാന്ന് പറഞ്ഞ് പുള്ളി എടുത്ത് വായിലിട്ടുന്നേ. ആളുടെ തല ഏതൊക്കെ ഡയറക്ഷനിലേക്ക് പൊട്ടിത്തെറിക്കുന്നു എന്ന് കാണിച്ചു തരാതെയാണ് സിനിമ അവസാനിക്കുന്നത്. തീർച്ചയായും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. എല്ലാ തവണ ഇങ്ങനെ വന്നിരുന്ന റോബോട്ടിനെ പോലെ ഒരേ കണക്ക് ഔട്ട്രോ പറയുന്നത് എനിക്കും ബോറടിച്ച്. എന്തായാലും മടി കൂടാതെ ലൈക്ക് ചെയ്യാനും കൂടുതൽ ചാനൽ കാണാനായിട്ട് കൂടുതൽ സിനിമകൾ കാണാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.